വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡിലേക്കാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. ഇന്ന് പാസ്റ്റർ ഒരു പുതിയൊരു മെസ്സേജ് സീരീസാണ് ആരംഭിക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് വന്നിരിക്കുന്നത്. വി ഗോൺ ലിസൺ ആൻഡ് വി ഗോൺ ലേൺ ഫ്രം ദ മാൻ ഓഫ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും റെഡിയായി നിൽക്കാം. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി ഈ സമയത്ത് ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് ഞാനിപ്പോൾ വെൽക്കം ചെയ്യുന്നു. സോ ലെറ്റ്സ് ഓൾ പ്രേ ടുഗെദർ. നമുക്കിന്ന് ഒരു കീ സ്പോൺസറാണ് ആദ്യമായിട്ടുള്ളത്. വി ഹാവ് എ വെൽ വിഷർ, എ സിസ്റ്റർ ഫ്രം എറണാകുളം. രണ്ടാമത്തെ മകന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് ഒരു പരിപൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ആഴത്തിലുള്ള ഒരു ആന്തരിക സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നപ്പ. വി ബ്ലെസ് ദിസ് ഡിയർ സിസ്റ്റർ ആൻഡ് ദ ചിൽഡ്രൻ ഫാദർ. അപ്പോൾ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കീ സ്പോൺസർ ഉള്ളത് ഡോക്ടർ നിധി മിഥുൻ റോയ് ഫ്രം അബുദാബി. താങ്ക് യു സിസ്റ്റർ. ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ ആൻറ്റി. അപ്പോൾ തന്നെ സിസ്റ്റർ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ന് പാസ്റ്റർ ഡാമിയൻ്റെ ബർത്ത്ഡേ ആണ്. സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർ ഡാമിയനെ കൂടുതൽ അഭിഷേകത്തിൽ നിറയുവാനും ലോകം മുഴുവനും സുവിശേഷം എത്തിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടിയാണ്. സോ അറ്റ് ദിസ് ടൈം നമുക്ക് മോർണിംഗ് ഗ്ലോറി ഫാമിലി, ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി നമുക്ക് ഒരുമിച്ച് നമ്മുടെ പാസ്റ്ററിന് ഓരോ ദിവസവും നമുക്ക് ദൈവവചനം നമ്മളെ പഠിപ്പിച്ചു തരുന്ന പാസ്റ്ററിന് ഒരു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് ഒരുമിച്ച് വിഷ് ചെയ്യാം. ഈ സമയത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വിഷ് ചെയ്യാം. October 13 പാസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. താങ്ക് യു സിസ്റ്റർ നിധി ഫോർ റിമൈൻഡിങ് അസ്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് എസ്പെഷ്യലി ആൻറ്റിക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്റർ നിധിയും ഫാമിലിയും ബ്ലെസ് ചെയ്യുന്നു. എസ്പെഷ്യലി മദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരം കർത്താവ് ആൻറ്റിയുടെ മേലുണ്ടായിരിക്കട്ടെ. പരിപൂർണമായ സൗഖ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ദീർഘായുസ് നൽകി ഈ ഫാമിലിയെ ബ്ലെസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാസ്റ്റർ ഡാമിയൻ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുവാൻ, ഞങ്ങളെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുവാൻ അങ്ങ് അഭിഷേകം ചെയ്ത് ഞങ്ങളെ ലീഡ് ചെയ്യുവാൻ വെച്ചിട്ടുണ്ടല്ലോ കർത്താവ്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫാദർ ആൻഡ് വി താങ്ക് യു. ഇൻ ജീസസ് നെയിം വി പ്രേ. Amen, amen, amen. Once again, many happy returns of the day, dear auntie, as well as many happy returns of the day, dear dada. Thank you so much. God bless you. നമുക്ക് ഇന്ന് ഒരു കോ സ്പോൺസർ കൂടി ഉണ്ട്. തേവരയിൽ നിന്നുള്ളൊരു വെൽവിഷറാണ്. ഇന്ന് മകൻ ജേക്കബിൻ്റെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ജേക്കബ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വെൽവിഷറിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സകല അനുഗ്രഹങ്ങൾ ഈ വർഷം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സഹോദരന് രോഗസൗഖ്യം, ക്യാൻസറിൽ നിന്ന് സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ദിസ് ഫാമിലി. ഇൻ ജീസസ് നെയിം വി പ്രേ. Amen, amen, amen. Thank you so much dear sponsors. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് വചന സന്ദേശത്തിലേക്ക് കടക്കാൻ പോകും. ഇന്നത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ മൈ സപ്ലൈ ലൈൻ. Amen. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ തന്നെ ഓർപ്പിക്കട്ടെ, ഈ വരുന്ന ഫ്രൈഡേ ദുബായിൽ വെച്ച് നമുക്ക് ദുബായ് മിറക്കിൾ നൈറ്റ് നടക്കുന്നു വിത്ത് ഡോക്ടർ ബെറ്റി കിങ് ഫ്രം ഗോഡ് TV. ഒരു അതിശക്തമായ ഒരു വുമൺ ഓഫ് ഗോഡ് ആണ്, ഒരു പ്രോഫറ്റസ് ആണ്, ഒരു അപ്പസ്റ്റോളിക് ഫിഗർ ആണ്. സോ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ദുബായ് ചർച്ചിൽ വന്ന് ചേരുകയാണ്. അതിലേക്ക് എല്ലാവരെയും UAE ൽ നിന്ന് കാണുന്ന എല്ലാവരെയും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്ത്. God bless you. Jesus Christ was the Son of the living God. He had to learn to deal with people that people did not like. But he moved in the power of the Holy Spirit. He moved in authority, so every demon that came near him, he subdued it. Couldn't leave it alone, maybe it's my fault. I need Jesus, Jesus. I need Jesus, Jesus. Break the chains I'm bound, I wanna be free. Need the Son of God to come and save me. I need Jesus, Jesus. I need Jesus, Jesus. വെൽക്കം ബാക്ക്. വെൽക്കം ടു യുവർ ന്യൂ മോർണിംഗ് ഗ്ലോറി വീക്ക്. ഈ ആഴ്ചയിൽ ഒരു പുതിയ സന്ദേശ പരമ്പര ഇന്ന് മുതൽ സാറ്റർഡേ വരെ 6 ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് കഴിഞ്ഞ 2 ആഴ്ചയിലായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എത്ര പേർക്ക് അനുഗ്രഹമായി. ഒരു മെസ്സേജ് അയക്കാമോ? കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹമായി? പ്രത്യേകിച്ച് ദി ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കടന്നാക്രമണത്തെക്കുറിച്ച് 2 ആഴ്ച 12 ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചു.
അതിൻ്റെ എന്താണ് പുതുതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എങ്ങനെ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്നൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. വാട്സപ്പിൽ അയക്കാം. എൻ്റെ പേഴ്സണൽ വാട്സപ്പ് ഒത്തിരി പേരുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഒഫീഷ്യൽ വാട്സപ്പ് ബ്ലെസ്സിങ് ടുഡേ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ തന്നെ ഇടാം, അതാണ് ഏറ്റവും നല്ലത്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദിസ് വീക്ക് പറയാം. വളരെ 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 എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഗോഡ്സ് മേജർ വേയ്സ് ഓഫ് പ്രൊവൈഡിങ് ഫോർ അസ്. നമുക്ക് വേണ്ടി ദൈവം കരുതുന്ന, ദൈവം സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയം മുതൽ ഈ ഭൂമിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന സമയം വരെ നിരവധി ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ഭൗതിക ആവശ്യങ്ങളുണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്, മെൻ്റൽ നീഡ്സ് ഉണ്ട്, സ്പിരിച്വൽ നീഡ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ നീഡ്സ് ഉണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ ആര് തരും എന്ന് നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആധിയാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കും, എങ്ങനെ കാശുണ്ടാകും, എങ്ങനെ വീടുണ്ടാകും, എങ്ങനെ വിവാഹം നടക്കും, ഇങ്ങനെ ആവശ്യങ്ങളെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കുന്ന രീതിയാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. ബൈബിൾ എന്തു പറയുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ അതർ വേർഡ്സ്, ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് അവർ സപ്ലൈ ലൈൻ. നമ്മുടെ സപ്ലൈ ലൈൻ എന്താണ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾ, കർത്താൽ വിശ്വസിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദുബായ്, ഖത്തർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലെ ട്രിപ്പിലാണ് ഈ മെസ്സേജ് എൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അത് കുറച്ചുകൂടി എലോബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാൻ, എനിക്ക് എന്ത് കിട്ടിയാലും, പൗലോസ് പറഞ്ഞു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ, ഹൈഡ് ചെയ്യാതെ, എനിക്ക് വേണ്ടി തന്നെ വയ്ക്കാതെ ഞാൻ നിങ്ങൾക്ക് തരും. അതുപോലെയാണ് എൻ്റെയും പോളിസിയും. കർത്താവ് എന്ത് തന്നാലും ഞാൻ നിങ്ങൾക്ക് തരും. ആരും റെഡി? അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, വി ഹാവ് ദ റിച്ചസ്റ്റ് ഡാഡ് ഇൻ ദ യൂണിവേഴ്സ്. അതൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഐ ഹാവ് ദ റിച്ചസ്റ്റ് ഡാഡ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ധനാഢ്യനായ പിതാവ് എൻ്റെ പിതാവ്, അല്ലെങ്കിൽ എൻ്റെ പിതാവാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ധനാഢ്യനായ പിതാവ്. ഐ ഹാവ് ദ റിച്ചസ്റ്റ് ഡാഡ് ഇൻ ദ യൂണിവേഴ്സ്. ആദ്യത്തെ വചനം നമ്മൾ വായിക്കാൻ പോകുന്നത് ഫിലിപ്പ് ലേഖനം 4:19 വേൾഡ് ഫേമസ് ആണ്, ഒത്തിരി പേർക്കറിയാം. ആൻഡ് മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരും. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞ മൈ ഗോഡ്, എല്ലാവരും ഒന്ന് പറഞ്ഞ് എൻ്റെ ദൈവം. ദൈവം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദൈവം. ദൈവത്തിന് മുമ്പിൽ എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഞാനും ദൈവവുമായുള്ള പേഴ്സണൽ കണക്ട് റെഡിയായി. ഗോഡ് ഈസ് മൈ ഗോഡ്. മൈ ഗോഡ്, എല്ലാവരും ഒന്ന് പറഞ്ഞേ എൻ്റെ ദൈവം. ലൈവ് ചാറ്റിലോ കമൻറ്റ് സെക്ഷനിലോ എല്ലാവരും വാശിക്ക് അഹമഹമികയ എന്ന് വെച്ചാൽ ഞാനാദ്യം എന്ന രീതിയിൽ ടൈപ്പ് ചെയ്തിടുക. എൻ്റെ ദൈവം, ദൈവം നടിക്കരുത്, എൻ്റെ ദൈവം. മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്, മൈ ഗോഡ്. അതാണ് ഒന്ന്. സോ മൈ ഗോഡ് ആരാണ്? ദ സപ്ലയർ. ടൈപ്പ് ചെയ്ത് വെക്കുക, പുസ്തകത്തിൽ എഴുതി വെക്കുക, ദ സപ്ലയർ. മൈ ഗോഡ് ഒരു വരയിട്ടിട്ട് ദ സപ്ലയർ. എൻ്റെ ദൈവമാണ് നൽകുന്നവൻ. നമ്പർ 2, യുവർ നീഡ് അല്ലെങ്കിൽ മൈ നീഡ്. താഴെ എഴുതുക, യുവർ നീഡ് അല്ലെങ്കിൽ മൈ നീഡ്. എൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ. എന്താണത്? ദ റിക്വയർമെൻറ്റ്. അതാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആവശ്യം. ഓക്കെ, അടുത്തത് എഴുതുക, ഇൻ ക്രൈസ്റ്റ് ജീസസ്. അവിടെ പറയുന്നത് ക്രിസ്തുയേശുവിൽ. പറഞ്ഞേ, താഴെ എഴുതുക, ക്രിസ്തുയേശുവിൽ. അതാണ് സപ്ലൈ ലൈൻ. ക്രിസ്തുവിലൂടെയാണ് സകലവും, ക്രിസ്തുവിനാലും ക്രിസ്തുവിലൂടെയും ആകുന്നു നമ്മിലേക്ക് വരുന്നത്. ബിക്കോസ് ഹീസ് ദ വേ, ഹീസ് ദ ചാനൽ, ഹീസ് ദ ലാഡർ, ഹീസ് ദ ലിങ്ക്, ഹീസ് ദ കണക്ട്. ഇനി അടുത്തത്, അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം. എഴുതുക, തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം. ഇതാണ് ദ സപ്ലൈ മോഡ്. ഈ സപ്ലൈ വരുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്നതിൻ്റെ രീതി എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് ദ സപ്ലയർ, രണ്ടാമത് കണ്ടത് ദ റിക്വയർമെൻറ്റ്, മൂന്നാമത് കണ്ടത് സപ്ലൈ ലൈൻ, പിന്നെ കാണുന്നത് ദ സപ്ലൈ മോഡ്. ഇത്രയും കാര്യങ്ങളാണ് ആ വചനത്തിലുള്ളത്. ഇനി
നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ജഹോവ നെയിംസ്, യഹോവ നാമങ്ങൾ ഒരു സെറ്റുണ്ട്, ഒരു കളക്ഷൻ ഓഫ് ജഹോവ നെയിംസ് ഉണ്ട്. കവനൻറ്റ് നെയിംസ് എന്നതിനെ പറയുന്നത്. സാധാരണ ദൈവത്തിന് എൽ എന്നും എലോഹീം എന്നൊക്കെയാണ് പറയുന്നത്, പ്ലൂറലാണെങ്കിൽ. എന്നാൽ യഹോവ എൽ നാമങ്ങൾ ഒത്തിരി ഉണ്ട്. എൽ ഷദായ്, എൽ എലിയൂൺ, അങ്ങനെ കുറേ ഉണ്ട്. ജഹോവ നെയിംസ് ഒത്തിരി ഉണ്ട്. അതിലൊന്നാണ് ജഹോവ ജൈറെ, അല്ലെങ്കിൽ ദ ലോർഡ് വിൽ പ്രൊവൈഡ്. ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി ദൈവം പറയും, എൻ്റെ പേര് യഹോവ ഈരെ എന്നാകുന്നു. അബ്രഹാമാണ് അതിട്ട് കൊടുത്തത്, അബ്രഹാമിനാണത് വെളിപ്പെട്ടത്. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇസഹാക്കിന് പകരം, ഏകജാതനായ പുത്രന് പകരം ഒരു യാഗമൃഗം, ഒരു ആടിനെ കർത്താവ് ഒരുക്കി. ആ കോണ്ടെക്സ്റ്റിലാണ് ഈ പേര് പുറത്തേക്ക് വരുന്നത്, യഹോവ ഇരേ, ദ ലോർഡ് വിൽ പ്രൊവൈഡ്. ജനസിസ് 22:14, ഉൽപ്പത്തി 22:14 ആ പേര് വരുന്നത്. സോ പ്രൊവിഷൻ ഈസ് നോട്ട് ഓൺലി അബൌട്ട് മണി, ഇറ്റ് ഇൻക്ലൂഡ്സ് എവ്രിതിങ് നീഡഡ് ഫോർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. 2 പത്രോസ് 1:3 വായിക്കുമ്പോൾ, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ടൈപ്പ് ചെയ്തിട്ടേ, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മീയ ആവശ്യങ്ങളും ഭൗതിക ആവശ്യങ്ങളും. ഈ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിവുള്ളവനാണ് ജഹോവ ജൈറെ, അല്ലെങ്കിൽ യഹോവ ഈരെ. അപ്പോൾ ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന അല്ലെങ്കിൽ നൽകുന്ന 6 വഴികൾ പെട്ടെന്ന് എഴുതുക. ഈ 6 ദിവസം കൊണ്ട് ഈ 6 കാര്യവും ഞാൻ എലോബറേറ്റ് ചെയ്ത് സംസാരിക്കും. നമ്പർ 1, നേച്ചർ അല്ലെങ്കിൽ ക്രിയേഷൻ, പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടി, അതാണ് ഒന്നാമത്തെ സപ്ലൈ. നമ്പർ 2, വർക്ക്, ജോലി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ എന്താണോ ചെയ്യുന്ന, ബിസിനസ് ആണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ വർക്ക്. നമ്പർ 3, പീപ്പിൾ, ജനങ്ങൾ, ജനങ്ങളിലൂടെ. നമ്പർ 4, മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അത്ഭുതങ്ങളിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി തരും. നമ്പർ 5, പ്രോമിസസ്, വാഗ്ദത്തങ്ങൾ, വാഗ്ദത്തങ്ങളിലൂടെ കർത്താവ് തരും. നമ്പർ 6, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എനിമീസ്, ശത്രുക്കൾ, ശത്രുക്കളിലൂടെ കർത്താവ് പലപ്പോഴും നമുക്ക് സപ്ലൈ ചെയ്യും. ഒന്നുകൂടി പറയാം, നേച്ചർ, വർക്ക്, പീപ്പിൾ, മിറക്കിൾസ്, പ്രോമിസസ്, എനിമീസ്. പ്രകൃതി അല്ലെങ്കിൽ സൃഷ്ടി, വർക്ക് അല്ലെങ്കിൽ ബിസിനസ്, ചെയ്യുന്ന ജോലി എന്താണോ അത്, ജനങ്ങൾ, അത്ഭുതങ്ങൾ, വാഗ്ദത്തങ്ങൾ, അതുപോലെ ശത്രുക്കൾ. ഈ 6 മാർഗങ്ങൾ, ഇനി ഒത്തിരി കാണും, ഞാൻ 6 പിക്ക് ചെയ്ത് ഈ ഒരാഴ്ച കൊണ്ടങ്ങ് പറയാൻ പോവുക. ഒന്നാമത്തേത് ഞാൻ ആദ്യം സംസാരിക്കാൻ പോകുന്നു, ഗോഡ് പ്രൊവൈഡ്സ് ത്രൂ ക്രിയേഷൻ ആൻഡ് നേച്ചർ. സൃഷ്ടിയിലൂടെയും പ്രപഞ്ചത്തിലൂടെയും കർത്താവ് നമുക്ക് സകലവും നൽകുന്നു. അതൊരു ഭയങ്കര സംഭവമാണ്. ഇതിന് പറയുന്നത് ദ നാച്ചുറൽ സപ്ലൈ എന്നാണ്. പ്രകൃതിയിലൂടെ ദൈവം ഒത്തിരി ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് നമുക്കുള്ളത്. ഈ ഭൂമി മനുഷ്യൻ്റെ പാർപ്പിന് വേണ്ടി, മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി, മനുഷ്യൻ്റെ വാസത്തിന് വേണ്ടി, മനുഷ്യൻ എൻജോയ് ചെയ്യാൻ, ആസ്വദിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയതാണ്. സോ ഇവിടെ പ്രധാനമായും ഈ ഭൂമിയിൽ ഈ ഭൂമിയെ തന്നെ, ദ എർത്ത് ഈസ് ഗോഡ് സ്റ്റോർ ഹൗസ് ഓഫ് സപ്ലൈ. ഈ ഭൂമി മൊത്തം എടുത്താൽ അത് ദൈവത്തിൻ്റെ ഒരു സ്റ്റോർ ഹൗസാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാ വീടുകളിലും ഒരു സ്റ്റോറ് കാണും, അല്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ട്, സ്റ്റോറുണ്ട്. സാധാരണ വീട് പണിയുമ്പോൾ നോർമലി ഒരു ഇതും കൊള്ളാവുന്ന വീട് പണിയാണെങ്കിൽ ഒരു സ്റ്റോർ ഉണ്ടാവും. മിക്കവാറും അത് അടുക്കളയോട് ചേർന്നായിരിക്കും. ആ സ്റ്റോറിലാണ് നമ്മൾ കൊണ്ടുപോയി എല്ലാം, ഒരു ചാക്ക് അരിയെടുത്തു അത് അതിൽ കൊണ്ടുവയ്ക്കും, പയറുവർഗ്ഗങ്ങൾ, കുറച്ച് റിസർവ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത്, ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കയറിലൊരു വാഴക്കുലൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ടാകും. ഇതുപോലെ എന്തും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഭാവിയിലേക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒന്നാണ് സ്റ്റോർ ഹൗസ്. കേരളത്തിന് സ്റ്റോർ ഹൗസുകളുണ്ട്, ഇന്ത്യക്ക് സ്റ്റോർ ഹൗസുകളുണ്ട്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI, അവിടെയെല്ലാം ഈ പ്രജകൾക്ക് ആവശ്യമായ, ഇന്ത്യയിലെ മനുഷ്യർക്ക്, ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ശേഖരിച്ചു വെക്കുന്ന വെയർ ഹൗസുകളാണ്. ദൈവത്തിനുണ്ട് പാണ്ഡികശാലകൾ, ദൈവത്തിന് വെയർ ഹൗസസ് ഉണ്ട്, സ്റ്റോർ ഹൗസസ് ഉണ്ട്, ഭണ്ഡാരങ്ങളുണ്ട്. അതെന്താണത്? ഭൂമിയിൽ ദൈവം എന്ന് സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സകലവും, ഓക്സിജൻ ഉൾപ്പെടെ, ഓക്സിജൻ, പ്രാണവായു തുടങ്ങി, ജലം തുടങ്ങി, ആഹാര സാധനങ്ങളായി, ഫ്രൂട്ട്സ് ആയിട്ട്, വെജ് നോൺ വെജ് തുടങ്ങി സകലവും സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി. ഇവിടെ ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും
വലിയൊരു പ്രിൻസിപ്പിളുണ്ട്. അതിൻ്റെ പേരാണ് സീഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ദൈവം ഒറ്റ പ്രാവശ്യമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അതെപ്പോഴാണ്? ക്രിയേഷൻ വീക്കിൽ, ജെനസിസ് 1 and 2. അതിലാണ് ഈ സൃഷ്ടിപ്പിൻ്റെ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് 6 ദിവസങ്ങൾ കൊണ്ട് സകലവും സൃഷ്ടിച്ചു. 7-ാം ദിവസം അവൻ നിവൃത്തനായി, അഥവാ റെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞതുകൊണ്ട് 7-ാം ദിവസം അവൻ ഒരു ശബത്ത് പോലെ റെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് സീഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. വിത്തും പെരുക്കവും, വിത്തും വർധനവും. ഉൽപ്പത്തി 1:29 കാണുന്നത് എങ്ങനെയാണ്? Then God said, I give you every seed-bearing plant on the face of the whole earth, and every tree that has fruit with seed in it, they will be yours for food. അപ്പോൾ സൃഷ്ടിച്ച ശേഷം മനുഷ്യനോട് ദൈവം പറയുകയാണ്, വിത്തുള്ള എല്ലാവിധ സസ്യങ്ങളും, ഈ ഭൂപരപ്പിലുള്ള എല്ലാ സസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൂടാതെ ഫലം കായ്ക്കുന്ന പഴവർഗ്ഗങ്ങളുണ്ടാകുന്ന വൃക്ഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുക. ഇത് നിങ്ങൾക്കുള്ള ആഹാരമാണ്. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇതുപോലെ പ്ലാന്റുകളും അതുപോലെ ഫ്രൂട്ട്സുമാണ്. മെയിൻലി ദൈവം മനുഷ്യനെ ഫ്രൂട്ടേറിയൻസ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. എന്നുവെച്ചാൽ പഴങ്ങൾ നിന്ന് ജീവിക്കുക. ഇലകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, സീഡ്സ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ മെയിൻലി ഫ്രൂട്ടേറിയൻസ് ആയിട്ടാണ് കർത്താവ് ആദ്യമേ സൃഷ്ടിച്ചത്. പിന്നീട് വെജിറ്റേറിയൻസ് ആയിട്ടും പിന്നീട് നോൺ വെജിറ്റേറിയൻ ആയിട്ടൊക്കെ അവർ മാറി. അപ്പോൾ ദൈവം ആദ്യമേ തന്നെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിഫോർ മാൻ എവർ പ്രേഡ് ഫോർ പ്രൊവിഷൻ, ഗോഡ് ഹാഡ് ഓൾറെഡി പ്രൊവൈഡഡ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവമേ എനിക്കിത് വേണം, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിരവധി തലമുറകൾക്ക്, എന്ന് വെച്ചാൽ ഈ ഭൂമി എത്രത്തോളമുണ്ടോ അതിൽ താമസിക്കാൻ പോകുന്ന സകല മനുഷ്യർക്കും വിശപ്പടക്കാനുള്ള എല്ലാ ആഹാരവും സൃഷ്ടിച്ച ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദാറ്റ് മീൻസ് ദ പ്രൊവിഷൻ കെയിം ഫസ്റ്റ്. അതിനുശേഷമാണ് മനുഷ്യൻ വന്നത്. ക്രിയേഷൻ ഇറ്റ്സെൽഫ് വാസ് ഡിസൈൻഡ് ആസ് എ കണ്ടിന്യൂസ് സപ്ലൈ സിസ്റ്റം. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ എന്നും എപ്പോഴും ആ സപ്ലൈ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ധാരാളമായി ദൈവം ആദ്യമേ സൃഷ്ടിച്ചു വെച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെത്ത് ഓഫ് ഓക്സിജൻ, എവറി ഡ്രോപ്പ് ഓഫ് റെയിൻ, എവറി സീഡ് ദാറ്റ് മൾട്ടിപ്ലൈസ്, ഇതെല്ലാം പറയുന്നത് എന്തെന്നറിയാമോ? ദ ലോർഡ് ഈസ് മൈ പ്രൊവൈഡർ, ജെഹോവ ജൈറേ, ഹി വിൽ പ്രൊവൈഡ്. ഇവിടെ കാണുന്ന സകലവും നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ചുറ്റും നോക്കിയാൽ കാണുന്ന ദൈവത്തിൻ്റെ നാമമാണ് ജെഹോവ ജൈറേ, യഹോവ ഈരേ. ചുരുക്കി പറഞ്ഞാൽ പ്രൊവിഷൻ വാസ് ഗോഡ്സ് ഫസ്റ്റ് ഗിഫ്റ്റ് ടു ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിന് ദൈവം ആദ്യം നൽകിയ സമ്മാനം സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമിയാണ്, ആസ്വദിക്കാൻ എത്ര വേണേലും. ആദമും ഹവ്വയ്ക്കൊക്കെ ആവശ്യബോധം വരുന്നതിന് മുൻപ് ദൈവം ഏദനിൽ സകലം ഉണ്ടാക്കിയിരുന്നു. ജെനസിസ് 2:9, the Lord God made all kinds of tree grow out of the ground, trees that were pleasing to the eye and good for food. അതായത് കാണാൻ നല്ല ഭംഗിയുള്ളതും ഭക്ഷിപ്പാൻ കാമ്യമായതുമായ ഒത്തിരി വൃക്ഷങ്ങളെ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു, വളരുമാറാക്കി. വാവ്! അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എഴുതുക, ടൈപ്പ് ചെയ്യുക. പ്രൊവിഷൻ പ്രീസീഡഡ് പർപ്പസ്. ഒരു ഉദ്ദേശം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സപ്ലൈ വന്നു. പ്രൊവിഷൻ പ്രീസീഡഡ് പർപ്പസ്. സോ ഗോഡ് നെവർ ക്രിയേറ്റ്സ് പീപ്പിൾ വിതൗട്ട് പ്രിപ്പയറിങ് ദെയർ എൻവയൺമെൻറ്റ്. ദൈവം വാസയോഗ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാതെ ദൈവം ഒരിക്കലും വാസയോഗ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാതെ ദൈവം ജനങ്ങളെ സൃഷ്ടിക്കുന്നില്ല. ഞാനിതൊക്കെ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ദ ഗാർഡൻ ഓഫ് ഈഡൻ വാസ് നോട്ട് എ ഹോം, ഇറ്റ് വാസ് ഹെവൻ സൂപ്പർ മാർക്കറ്റ്. ഈ ഏദൻ തോട്ടം ഒരു വീട് പോലെയല്ല, ദൈവത്തിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. അണ്ടർ വൺ റൂഫ്
യു ഗെറ്റ് എവറിത്തിങ്. അതുപോലെയാണ് ഏദൻ തോട്ടത്തെ ദൈവം ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊരു ഗുണപാഠം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യു ആർ ബോൺ ഇൻ ടു എ വേൾഡ് ഓൾറെഡി എക്വിപ്ഡ് വിത്ത് വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സകലവും ഉള്ളൊരു സ്ഥലത്തേക്കാണ്, ലോകത്തേക്കാണ് ദൈവം നിങ്ങളെ പിറന്നു വീഴാൻ സമ്മതിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, സീഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ. വൃക്ഷമാകട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ, പർവ്വജാതികളാകട്ടെ, എന്തിൻ്റെയും അകത്ത് ദൈവം ഒരു വിത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെ പറയുന്നത് ദ ബ്ലെസ്സിങ് സൈക്കിൾ എന്നാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു ചക്രം, ഒരു 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 ചാക്രിക ചലനം ഇവിടെ ഉണ്ട്. 8-ാം അധ്യായം 22 ഉൽപ്പത്തി പുസ്തകം, ജനസിസ് 8:22, അവിടെ പറയുന്നത്, ആസ് ലോങ് ആസ് ദി എർത്ത് എൻഡ്യൂർസ്, സീഡ് ടൈം ആൻഡ് ഹാർവെസ്റ്റ്, കോൾഡ് ആൻഡ് ഹീറ്റ്, സമ്മർ ആൻഡ് വിൻ്റർ, ഡേ ആൻഡ് നൈറ്റ് വിൽ നെവർ സീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണ്. ഈ ഭൂമി ഉള്ളിടത്തോളം കാലം വിത്തിൻ്റെ കാലം, കൊയ്ത്തിൻ്റെ കാലം, അതുപോലെ ശീതവും ഉഷ്ണവും, വേനലും മഞ്ഞുകാലവും, രാവും പകലും ഒരിക്കലും അവസാനിക്കില്ല. ദൈവം വെച്ചിരിക്കുന്നൊരു നിയമമാണ്. വാവ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഈ സീഡ് പ്രിൻസിപ്പിളാണ് ഈ പ്രപഞ്ചത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ God designed everything with reproductive potential inside it. ദൈവം സൃഷ്ടിച്ച എല്ലാം, ഒരു മരമാണെങ്കിലും, ആപ്പിൾ ട്രീ ആവട്ടെ, പൈൻ ട്രീ ആവട്ടെ, ഓക്ക് മരമാകട്ടെ, എന്നാ മരമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും തലമുറകളായി പെരുകുന്ന ഒരു കോഡിങ് അതിനകത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. സോ പ്രൊവിഷൻ ഇസ് നോട്ട് ഓൺലി റിസീവ്ഡ്, ഇറ്റ് ഈസ് കൾട്ടിവേറ്റഡ് ത്രൂ ദ ലോ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്. അപ്പോൾ വെറുതെ പ്രൊവിഷൻ നമ്മൾ മേടിക്കുക മാത്രമല്ല, കയ്യിലോട്ട് മേടിക്കുക മാത്രമല്ല, അതിനെ കൃഷി ചെയ്തും വളർത്തിയും ഗ്രോ ചെയ്തും മൾട്ടിപ്ലൈ ചെയ്യുവാനുള്ള സകലവും ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ സീഡ് ക്യാരീസ് കണ്ടിന്യൂറ്റി. ഒരു വിത്ത് കയ്യിലെടുത്താൽ അത് കാണിക്കുന്നത് തുടർച്ചയാണ്. ആ തലമുറകൾ തുടരും, ആ സസ്യം അതിൻ്റെ ഫാമിലി തുടരും. ഗോഡ് ഡസൻറ്റ് ജസ്റ്റ് ഗിവ് ഹാർവെസ്റ്റ്, ഹി ഗിവ് സീഡ് ഫോർ മെനി ഹാർവെസ്റ്റ്. വേറൊരു കൊയ്ത്തല്ല കർത്താവ് തരുന്നത്, കൊയ്ത്തിലൂടെ ഇനിയും അനേകം കൊയ്ത്തുകൾ ഉണ്ടാകാനുള്ള വിത്ത് കൂടെ കർത്താവ് തരുന്നു. ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാൻ പോവുക, ശ്രദ്ധിക്കണേ. സീഡ് ക്യാരീസ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു വിത്തെടുത്താൽ അതിനകത്ത് വർധനവുണ്ട്. എല്ലാവരും പറഞ്ഞ വർധനവ്. 1 grain ക്യാൻ പ്രൊഡ്യൂസ് ഹൺഡ്രഡ്സ്. ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് 2500ഓളം ഗോതമ്പ് മണികളെ പുറപ്പെടുവിക്കാൻ ആവറേജ് കർത്താവിന് സാധിക്കും. സീഡ് ക്യാരീസ് ഡിപ്പെൻഡബിലിറ്റി. വിത്തിനെ നമുക്ക് ആശ്രയിക്കാം. ഇറ്റ് വർക്ക്സ് ഫോർ എനിവൺ ഹു അപ്ലൈസ് ഇറ്റ്. വിത്തിൻ്റെ തത്വം പ്രാവർത്തികമാക്കുന്ന എല്ലാവർക്കും ഫലിക്കും. 2 Corinthians 9:10 വായിക്കുന്നത് ഇങ്ങനെയാണ്, നൗ ഹി ഹു സപ്ലൈസ് സീഡ് ടു ദ സോവർ ആൻഡ് ബ്രെഡ് ഫോർ ഫുഡ് വിൽ ഓൾസോ സപ്ലൈ ആൻഡ് ഇൻക്രീസ് യുവർ സ്റ്റോർ ഓഫ് സീഡ്. അതായത് വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിത്തിൻ്റെ ശേഖരം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന സകല എല്ലാത്തിൻ്റെ അകത്ത് വിത്തുമുണ്ട്, ആഹാരത്തിനുള്ളതുമുണ്ട്. വിത്ത് തിന്നു തീർക്കാനുള്ളതല്ല, ആഹാരത്തിന് വേണ്ടിയുള്ള പോർഷൻ കഴിക്കുക. വിത്ത് ഫ്യൂച്ചറിലേക്ക് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കയ്യിൽ വയ്ക്കണം. അപ്പോൾ എവറി സോഴ്സ് ഗോഡ് ഗിവ്സ് യു കണ്ടെയ്ൻസ് മോർ ഇൻസൈഡ് ഇറ്റ് ഇഫ് യു സോ ഇറ്റ്. എന്ത് കയ്യിൽ കിട്ടിയാൽ അതിനകത്തൊരു വിത്തിരിപ്പുണ്ട്. അത് വർദ്ധിപ്പിച്ച ഫ്യൂച്ചറിലേക്കുള്ളതല്ല, അതിനകത്തിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തിനിതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, ഈ കാണുന്ന വിത്തുള്ള വൃക്ഷങ്ങളും എല്ലാം അതിൽ മാത്രമല്ല വിത്തുള്ളത്. പുഞ്ചിരി, ഒരു സ്മൈൽ ഒരു വിത്താണ്. ആരെങ്കിലും നോക്കി നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ തിരിച്ച് പുഞ്ചിരി കൊയ്യാം. ഉദാഹരണത്തിന് 10 പേര് നിൽക്കുക, 10 പേരെ നോക്കി നിങ്ങളിങ്ങനെ ചിരിച്ചു, എന്ത് സംഭവിക്കുന്നു? അവരെല്ലാവരും സ്മൈൽ ചെയ്യുന്നു. നിങ്ങൾക്ക് വിതച്ചത് 10 ഇരട്ടിയായി തിരിച്ചു കിട്ടി. കാശ് ചില ആളുകൾ ആവശ്യത്തിൽ സഹായിച്ചാൽ നമ്മുടെ ആവശ്യത്തിൽ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അയാൾ തന്നെ തരണമെന്നില്ല, ദൈവം അത് തിരിച്ചു തരും. സോ പണം ഒരു വിത്താണ്, പുഞ്ചിരി ഒരു വിത്താണ്, സൽപ്രവൃത്തി ഒരു വിത്താണ്. ഈ കയ്യിൽ കിട്ടുന്നതെല്ലാം ഒരു വിത്തായിട്ട് നമുക്ക് വിതയ്ക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ഈ പറയുന്നത്, പെരുക്കാൻ വേണ്ടി. ഇനി ഗോഡ് സസ്റ്റെയിൻസ് ലൈഫ് ത്രൂ നാച്ചുറൽ പ്രോസസ്. ദൈവം സകലത്തെയും ഒരു നാച്ചുറലായ പ്രകൃതിദത്തമായ ഒരു പ്രക്രിയയിലൂടെ എന്ത് ചെയ്യുന്നു? അതിനെ നിലനിർത്തുന്നു. 104-ാം സങ്കീർത്തനം 14-ാം വചനം, സാം 104:14. He makes grass grow for the cattle. കന്നുകാലികൾക്ക് വേണ്ടി, മൃഗജാലങ്ങൾക്ക് വേണ്ടി അവൻ
പുല്ലിനെ വളർത്തുന്നു. ആൻഡ് പ്ലാന്റ്സ് ഫോർ പീപ്പിൾ ടു കൾട്ടിവേറ്റ്. ജനങ്ങൾക്ക് വീണ്ടും കൃഷി ചെയ്യുവാൻ അവൻ വൃക്ഷങ്ങളെ കൊടുക്കുന്നു. ബ്രിങ്ങിങ് ഫോർത്ത് ഫുഡ് ഫ്രം ദി എർത്ത്. ഈ ഭൂമിയിൽ നിന്നും അവൻ ഭക്ഷണം വിളയിക്കുന്നു. അപ്പോൾ ക്രിയേഷൻ ഒബെയ്സ് ഇറ്റ്സ് ക്രിയേറ്റർ. ദൈവം പണ്ടേ കൽപ്പിച്ചു വച്ചിരിക്കുകയാണ് വിത്തിനോട്, അത് അനുസരിച്ചു കൊണ്ടേ ഇരിക്കും. ഇനി മത്തായി 5:45 ഹി കോസസ് ഹിസ് സൺ ടു റൈസ് ഓൺ ദ ഈവിൽ ആൻഡ് ദ ഗുഡ്. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ദൈവം തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. ആൻഡ് ഹി സെൻസ് റെയിൻ ഓൺ ദ റൈച്ചസ് ആൻഡ് ദ അൺറൈച്ചസ്. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ദൈവം തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. അത്രയ്ക്ക് നീ ദുഷ്ടനാ, നിനക്കിന്ന് സൂര്യനില്ല, നിനക്കിന്ന് വെളിച്ചമില്ല, വേനലിൽ, ഇതൊന്നും കർത്താവ് പറയുന്നില്ല. എല്ലാവർക്കും അവൻ ധാരാളമായി നൽകുന്നവനാണ്. ഇപ്പോൾ ഒരു കൃഷിക്കാരൻ, ഈ കൃഷിക്കാരന് ഹി ക്യാൻ പ്ലോ, പ്ലാന്റ് ആൻഡ് വാട്ടർ, അല്ലേ? കട്ടകളൊക്കെ ഉടച്ച് നനച്ച് നട്ട് വെള്ളമൊഴിക്കാൻ പറ്റും. ബട്ട് ഓൺലി ഗോഡ് ക്യാൻ മേക്ക് ഇറ്റ് സ്പ്രൗട്ട് ആൻഡ് ഗ്രോ. എന്നാൽ ദൈവത്തിനെ ആ വിത്തിനെ കിളിർപ്പിച്ച് അതിനെ വളർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് 1 Corinthians 3:6 നോട്ട് ചെയ്ത് വയ്ക്കുക. ഐ പ്ലാന്റഡ് ദ സീഡ്, അപ്പോളോസ് വാട്ടർഡ് ഇറ്റ്, ബട്ട് ഗോഡ് ഹാസ് ബീൻ മേക്കിംഗ് ഇറ്റ് ഗ്രോ. കണ്ടോ, ഞാൻ വിതച്ചു, അപ്പോലോസ് നനച്ചു, ദൈവം അത്രേ വളരെ മാറാക്കുന്നവൻ. വാവ്. ചുരുക്കി പറഞ്ഞാൽ ദൈവമാണ് നമ്മെ ഈ പ്രകൃതിയിൽ ഈ സപ്ലൈ തന്ന് അനുഗ്രഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്തിലായിരുന്ന സമയത്ത്, മിസ്രൈമിലായിരുന്ന സമയത്ത് 430 വർഷം ഈ ജനങ്ങൾ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫുഡ് പമ്പ്സാണ്. എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുമ്പോൾ നൈൽ നദിയിൽ നിന്നോ കുളങ്ങളിൽ നിന്നോ കായലുകളിൽ നിന്നോ വെള്ളത്തെ ഏതിലും കൂടെയൊക്കെ ചാടിച്ച് വയലുകളിൽ സ്പ്രേ ചെയ്ത് ഇത് ചെയ്യാം. കർത്താവ് പറഞ്ഞു, ഡ്യൂട്രോണമി 11:10, ആവർത്തന പുസ്തകം 11:10 വായിക്കുമ്പോൾ, നിങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നത്, ദ ലാൻഡ് യു ആർ എൻറ്ററിങ് ടു ടേക്ക് ഓവർ ഈസ് നോട്ട് ലൈക്ക് ദ ലാൻഡ് ഓഫ് ഈജിപ്ത്. നിങ്ങൾ വരുന്ന ഈജിപ്ത് പോലെയല്ല നിങ്ങൾ പോകുന്ന കനാൻ നാട്, ഫ്രം വിച്ച് യു ഹാവ് കം. Where you planted your seed and irrigated it by foot as in a vegetable garden. ഒരു പച്ചക്കറി തോട്ടം പോലെ അതിനെ ഫുഡ് പമ്പ് കൊണ്ട് കാലുകൊണ്ട് ചവിട്ടി. അവിടെ അങ്ങനെയല്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ ധാരാളമായി പെയ്ത് ഇറിഗേഷൻ നടത്തി ഒരു ഭയങ്കര അനുഗ്രഹമായി മാറും. അതാണ് 11:11 കാണുന്നത്, ആവർത്തന പുസ്തകം 11:11. But the land you are crossing the Jordan to take possession is a land of mountains and valleys and that brings rain from heaven. സ്വർഗത്തിൽ നിന്നും മഴ പെയ്യോടെ ചവിട്ടി അങ്ങനെ വേണ്ട. ദൈവം ധാരാളമായി മഴ പെയ്യിക്കാൻ പോകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ God's provision moves you from man-made effort to heaven-sent flow. മനുഷ്യൻ്റെ ഈ കഠിനാധ്വാനവും കഷ്ടപ്പാടും ഭയങ്കരമായി കിടന്നധ്വാനിക്കുന്നതിന് വരെ ദൈവം മഴ പെയ്ച്ച് ധാരാളമായി വിളയിക്കും. അല്ലെങ്കിൽ ഹി ചേഞ്ചസ് ദ ഇറിഗേഷൻ സിസ്റ്റം. നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്, ജലസേചന പദ്ധതി തന്നെ കർത്താവ് മാറ്റിയ, കാലുകൊണ്ട് ചവിട്ടി ഊപ്പാട് വരുന്ന കഠിനാധ്വാനത്തെ മാറ്റി ദൈവം സ്വർഗത്തിൽ നിന്ന് ധാരാളമായ മഴ പെയ്ച്ച് വിളയിക്കുന്നൊരു കാലഘട്ടത്തിലേക്കും സീസണിലേക്കും ദൈവം നിങ്ങളെ നടത്താൻ പോയ, അതിൻ്റെ പേരാണ് ദ ബ്ലെസ്സിങ്, അനുഗ്രഹം. വാവ്, ആമേൻ. അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ ഒരു സീസൺ ചേഞ്ച് ആഗ്രഹമുണ്ട്? ഫുഡ് പമ്പ് കൊണ്ട് ചവിട്ടി വിയർത്ത് കുളിച്ച് തരിപ്പണമാകുന്നതിന് പകരം ആവർത്തന പുസ്തകം 28 വരുമ്പോൾ, ആവർത്തന പുസ്തകം 10, 11, 28 വരുമ്പോൾ ദൈവമായിട്ട് അതങ്ങ് ഏറ്റെടുക്കുക. ധാരാളമായ വിളവ്, നാച്ചുറൽ സപ്ലൈ വരുന്ന അനുഭവത്തിലേക്ക് കൈനീട്ടാമോ? ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ കണ്ണിൽ നോക്കി ഞാൻ പ്രവചിക്കും, നിങ്ങളെ സീസൺ മാറുകയാണ്. കാലുകൊണ്ട് ചവിട്ടി ഊപ്പാട് വരുന്നതിന് പകരം ദൈവം ഇറിഗേഷൻ സിസ്റ്റം മാറ്റി ധാരാളമായ മഴയും എന്ന് വെച്ച് ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തിൽ അനുഗ്രഹങ്ങൾ വരാൻ പോകുക. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ ബ്ലസ് ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമായിട്ട്, ഈ മൂക്കിൻ്റെ അകത്ത് എന്തോ ഈ മാംസം വളർന്നിട്ട്
ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെയും കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. കാതിനകത്തുള്ള വിഷയങ്ങൾ, അതായത് ഇങ്ങനെ ഇതൊക്കെ പൊട്ടി ഒലിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗം സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ രോഗം സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെർണിയ സൗഖ്യമാകട്ടെ. കരളിനുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യമെങ്കിലും കൈനീട്ടാം. ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി 5 കൂടി എനിക്ക് പറയാനുണ്ട്. അതിലേക്ക് നാളെ മുതൽ ഓരോന്ന് കിടക്കും. ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. ഒത്തിരി പേരെ വിളിച്ച് പറയുക, പഠിപ്പിക്കുക. ഇന്ന് കേട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. സീ ടുമോറോ. ബൈ.